ഇത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന പരസ്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ക്രോം വഴി ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ കയറി എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഈ ഒരു ഹോമിലേക്ക് വരുന്ന പരസ്യം നമുക്ക് എങ്ങനെ ഒഴിവാക്കാം. അതായത് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പല ആളുകളും കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും പരസ്യം വരുന്നു. ഒരിക്കലും യൂട്യൂബിലെ പരസ്യം ഒഴിവാക്കുന്നതിനെ കുറിച്ച് അല്ല. നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പിലൊക്കെ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോമിലേക്ക് വരുന്ന, അതായത് നിങ്ങളുടെ ഹോം സ്ക്രീനിലേക്ക് 10-30 സെക്കൻഡിന്റെ നിങ്ങൾക്ക് പരസ്യം വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഗൂഗിൾ തരുന്ന പരസ്യങ്ങളാണ് അത്തരത്തിൽ. അതുകൊണ്ട് തന്നെ ഗൂഗിൾ തരുന്ന പരസ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ താഴേക്ക് ഫുൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഈ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ കാണാൻ സാധിക്കും ഓൾ സർവീസസ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗത്ത് ആഡ്സ് കാണാൻ സാധിക്കും. ഈ ആഡ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ആഡ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഇവിടെ കാണാൻ സാധിക്കും ഗെറ്റ് ന്യൂ അഡ്വർടൈസിങ് ഐഡി എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഈ ഓപ്ഷൻ ഇവിടെ നിന്നും ഡിലീറ്റ് ആക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇനി അങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി അങ്ങനെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ചില ആളുകളുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ഓപ്ഷനും കൂടി വരും, അതായത് ഡിലീറ്റ് അഡ്വർടൈസിങ് ഐഡി എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡിലീറ്റ് അഡ്വർടൈസിങ് ഐഡി എന്ന് പറഞ്ഞ ഈ ഒരു നീല ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇനി അത്തരത്തിലുള്ള പരസ്യങ്ങൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരില്ല. ഇനി അത് മാത്രമല്ല, നേരെ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും പേഴ്സണലൈസ് യൂസിങ് ഷെയർ ആൻഡ് ഡാറ്റ പറഞ്ഞ ഈ ഓപ്ഷൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ ഡിവൈസ് കോണ്ടാക്ട് അതുപോലെ തന്നെ എക്സ്റ്റേണൽ മീഡിയ ഈ രണ്ട് ഓപ്ഷനും എനേബിൾ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഡിസേബിൾ ആക്കുക. കാരണം നിങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടാണ് സെർച്ച് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ആ ഒരു വെബ്സൈറ്റിലേക്ക് ഈ ഗൂഗിൾ പരസ്യം എത്തുകയും അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും അതുപോലെ തന്നെ ആമസോണിൽ നിന്നൊക്കെ ഉള്ള പരസ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ഈ ഹോം സ്ക്രീനിലേക്ക് വരുന്നത്. ഈ കാര്യം ചെയ്തു വെച്ചാൽ ആ ഒരു പരസ്യം വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ഇഷ്ടപ്പെട്ടാൽ നല്ലൊരു കമന്റ് ആയി അറിയിക്കാൻ മറക്കരുത്.